ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹറിൻ്റെ തലയ്ക്ക് സരയു തല്ലിപ്പൊളിക്കുകയാണ്. മനോഹറിൻ്റെ പൾസ് നോക്കുന്ന സമയത്ത് കിരൺ വന്ന് നോക്കുമ്പോൾ ജീവനുണ്ട് എന്ന് മനസ്സിലാക്കി അവനെ പെട്ടെന്ന് തന്നെ കല്യാണിയും കിരണും കൂടി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവിടെ എത്തിച്ചതിന് ശേഷം സരുവിൻ്റെ സമനില തെറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം എന്നൊക്കെ ഇങ്ങനെ കല്യാണി സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ വരെ നമുക്ക് പോകാം, അവിടെ എന്തായി എന്നൊന്നും അറിയില്ലല്ലോ എന്നിങ്ങനെ കിരൺ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടേക്ക് ഓടിയെത്തുകയാണ്. ശാരിയാണെങ്കിൽ പേടിച്ച് താഴെ അങ്ങനെ സോഫയിൽ വന്നിരിക്കുന്നുണ്ട്. മുകളിലേക്ക് പോകാൻ പോലും ശാരിക്ക് ധൈര്യമില്ല, അവളെന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അവളെ റൂമിലേക്ക് ചെന്ന് നോക്കുകയാണ്. അവിടെ കുഞ്ഞിനെയും സരയുനെയും കാണാനില്ല. ശാരി പറയുന്നുണ്ട്, അയ്യോ ഇവരിത് എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോറ് തുറന്നൊന്നും പോയില്ലല്ലോ താഴോട്ട് എന്ന് പറയുമ്പോൾ, ഇല്ല പുറത്തേക്കൊന്നും പോയിട്ടില്ല, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ശാരി മറുപടി പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്നാൽ ഞാൻ ഇവിടെയൊക്കെ നല്ലോണം ഒന്ന് നോക്കട്ടെ, റൂമിലൊക്കെ പുറകു വശത്തെ വാതിൽ തുറന്ന് പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ ശാരിയെ പറഞ്ഞേൽപ്പിച്ച് കിരൺ റൂമൊക്കെ ഇങ്ങനെ തപ്പി തേരാടുകയാണ്. പക്ഷെ അവിടെ ഒന്നും തന്നെ നമ്മുടെ സരയുനെയും കുഞ്ഞിനെയും കാണുന്നില്ല. സരയും കുഞ്ഞും നിൽക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കുഞ്ഞിനെ ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കുകയാണ്. ടെറസിന്റെ മുകളിലാണ് ആ കുഞ്ഞിനെ താഴോട്ടിടാൻ വേണ്ടി ഒരു പാവക്കുഞ്ഞിനെ ഇടുന്ന പോലെ ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് കല്യാണിയും കിരണും ഓടി എത്തുന്നുണ്ട്. എന്തായാലും വേണ്ട സരയു, വേണ്ട, അങ്ങനെ ചെയ്യരുത്, കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അപ്പോഴും അട്ടഹാസവും കാര്യങ്ങളൊക്കെയാണ് സരയുനുള്ളത്. വേണ്ട, എനിക്കും എൻ്റെ കുഞ്ഞിനും ഇനി ഈ ഭൂമിയിൽ ജീവിക്കേണ്ട. എന്നെയും എൻ്റെ കുഞ്ഞിനെയും ആ ദുഷ്ടൻ ചതിച്ചു. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് എല്ലാവർക്കും ഒരു ബാധ്യതയായി മാറും. ആ കുഞ്ഞിനെ ഞാൻ ആദ്യം ഇല്ലാതാക്കും, എന്നിട്ട് ഞാനും ചാടും പുറകെയായിട്ട് എന്ന് പറഞ്ഞിങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുകയാണ് ചെയ്യുന്നത് സരയും. ഒരു വിധത്തിൽ കിരൺ അവിടെ എത്തിയിട്ട് അവളുടെ ശ്രദ്ധ ഒന്ന് മാറ്റിയിട്ട് ആ കുഞ്ഞിനെയും അവളെയും പിടിച്ചു മാറ്റുകയാണ്. അവിടെ നിന്നും ആ ഒരു മുകളിൽ നിന്ന് ആ ടെറസിൽ നിന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ വേഗം കല്യാണിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. സരയുവിനെ അവിടെ നിന്നും ഇപ്പം സരു വിട് എനിക്ക് മരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ശാരിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവളെ അവിടെ നിന്നും പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഇനിയിപ്പോൾ അധികം ഒന്നും ആലോചിക്കാനില്ല. സരയുടെ സമനില തെറ്റിയിരിക്കുകയാണ്. ഇത് ഇനി കേസായി കഴിഞ്ഞാൽ എന്തായാലും ഒരുത്തൻ്റെ തലയാണ് തല്ലിപ്പൊളിച്ച് അവൻ ഹോസ്പിറ്റലിൽ, അവൻ ഏത് നിമിഷവും ചിലപ്പോൾ എന്തും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇവളെ പോലീസ് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവളെ എത്രയും വേഗം പ്രാന്താശുപത്രിയിലാക്കണം, മെൻ്റൽ ഹോസ്പിറ്റലിലാക്കണം, അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവൾക്ക് എടുക്കണം. അപ്പോൾ മാനസിക നില തെറ്റി ചെയ്തതാണെന്ന് പറഞ്ഞ് അങ്ങനെ കേസിൽ നിന്ന് ഊരുകയും ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ കിരൺ അഭിപ്രായപ്പെടുന്നുണ്ട്. മോൻ എന്താന്ന് വെച്ചാൽ ചെയ്തു, ഞാൻ കൂടെയുണ്ട് എന്ന് ശാരി പറയുകയാണ്. അങ്ങനെ ഒരു ആപത്ത് വന്ന സമയത്ത് കല്യാണിയും കിരണും ഓടിയെത്തിയതിൽ ശാരിക്ക് നല്ല സന്തോഷമാണ്, ഒരു ആശ്വാസമാണ് ഉണ്ടാകുന്നത്. അതേ സമയത്ത് നമ്മുടെ കല്യാണിയുടെയും കിരണിന്റെയും വീട്ടിൽ എന്തൊരു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ ഇവിടെ കേക്ക് മുറിക്കലും പടക്കം പൊട്ടിക്കലും ഒക്കെ ആയിരുന്നേനെ. അങ്ങനെ നമ്മുടെ സരയുവിനെ നേരെ ആ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവിടെ കൊണ്ടുപോയതിന് ശേഷം അവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ശാരിയും കിരണും അതുപോലെ നമ്മുടെ കല്യാണിയും പുറത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്നും അവൾ ഓടി രക്ഷപ്പെടുകയാണ്. അവരടുത്ത് മെൻ്റൽ ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് അവർക്കൊന്നും പിടിച്ചാൽ പോലും കിട്ടുന്നില്ല. അങ്ങനെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന വരവിൽ കിരണായാലും കല്യാണി ആയാലും പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ശാരി അപ്പോഴും പൊട്ടിക്കരയുകയാണ്. അങ്ങനെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അങ്ങനെ അവളെ പിടിച്ച് അങ്ങനെ അവളെ ആ ഹോസ്പിറ്റലിലേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവൾക്ക് ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഷോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ ഒരു ഇതിന് കുറച്ച് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ അവളെ അവിടെ കൊണ്ടുപോയി ഷോക്ക് കൊടുക്കുകയും അതുപോലെ അവളെ അലറി വിളിക്കുന്ന ഒച്ച ശാരി പുറത്ത് നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ശാരിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. എത്രയായാലും സ്വന്തം മകളല്ലെങ്കിലും ഇത്രയും നാളും വളർത്തിയ ഒരു മകളാണല്ലോ. അതുകൊണ്ട് തന്നെ സരയുവിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്വന്തം ഭർത്താവ് പോലും ശാരിക്കും. അങ്ങനെ കുഞ്ഞിനെ നമ്മുടെ കല്യാണിയുടെ കയ്യിൽ തന്നെയാണ്. കല്യാണി കുഞ്ഞിനെയൊക്കെ നല്ലോണം നോക്കുന്നൊക്കെയുണ്ട്. അപ്പം പറയുകയാണ്, എന്തായാലും കുഞ്ഞിനെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ, ഇവിടെ സരയുവിൻ്റെ അരികിൽ ആരെങ്കിലും വേണ്ടേ, ആൻറ്റി ഇവിടെ നിന്നോ, ഞങ്ങൾ കുഞ്ഞിനെ വീട്ടിൽ കല്ലുമോൻ്റെ അരികിലായി ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കല്യാണിയും കിരണും അവിടെ നിന്നും ശാരി ഏൽപ്പിച്ച് പോവുകയാണ്.
അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനോഹർ അമേരിക്കയിലോട്ട് മറിയത്തിൻ്റെ ഒപ്പം പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കായിരുന്നല്ലോ. അപ്പോൾ സമയമൊക്കെ കഴിഞ്ഞിട്ടും മറിയം മനോഹർ വരുന്നത് കാണാതെ ആകുമ്പോൾ മറിയം ആകെ ടെൻഷനാവുകയാണ്. എന്താ സംഭവിച്ചത്, മനു ഇതുവരെ എത്തിയില്ലല്ലോ എന്നുള്ള ടെൻഷനിലൊക്കെ. അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ചു വരുമ്പോൾ ആയിരിക്കും മനോഹറിനെ പറ്റിയുള്ള അങ്ങനെ അവിടെ അന്വേഷണം വന്നെത്തുന്നത് കല്യാണിയുടെയും കിരണിന്റെയും മുന്നിൽ തന്നെയാണ്. അങ്ങനെ അവർ സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് മനോഹറിനെ പറ്റിയിട്ട്. മനോഹറിന് ഇത് തന്നെയാണ് ജോലി. ഇതുപോലെയുള്ള പെൺകുട്ടികളെ മനസ്സ് കീഴടക്കി അവരുമായിട്ട് ഒന്നിച്ച് ജീവിച്ച് അവർക്കൊരു കുഞ്ഞിനെയും സമ്മാനിച്ച് അവിടെ നിന്ന് സ്ഥലം വിടുക, അടുത്ത ഒരു പെണ്ണിനെ കിട്ടുന്നവരെ, എന്നിട്ട് പിന്നെ അടുത്ത പെണ്ണിനെ കിട്ടും. ഇത് തന്നെയാണ്. അവന് ഒരുപാട് ഭാര്യമാരും അതിൽ ഒരുപാട് മക്കളും ഉണ്ട്. അങ്ങനെ അങ്ങനെ ഒരു കല്യാണരാമൻ തന്നെയാണെന്നൊക്കെ കാര്യം പറയുമ്പോൾ ഒട്ടും വിശ്വസിക്കാനാവാതെ മറിയ അങ്ങനെ നിന്ന് പോവുകയാണ്. അങ്ങനെ മറിയാൻ പറയുന്നുണ്ട്, എന്തായാലും ചതിയിൽപ്പെട്ടു. ഞാൻ എൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുള്ളത് നല്ലൊരു പയ്യനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വീട്ടുകാരോട് പോലും പറയാതെ അവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിച്ചത്. ആദ്യത്തെ വിവാഹം ഒരു പരാജയമായിരുന്നു, പക്ഷെ ഇതെങ്കിലും ഒന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു പോയി. അവൻ്റെ വാക്കുകൾ ഞാൻ വിശ്വസിച്ചു എന്നൊക്കെ മറിയാൻ പറയുന്നുണ്ട്. ഇനി എന്തായാലും വീട്ടിലോട്ട് ഇപ്പം തൽക്കാലം അവരോടൊന്നും ഇനി പറയാൻ പറ്റില്ല ചതിയിൽ ഞാൻ പെട്ടതാണെന്നുള്ളത്. അത് പയ്യെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്തായാലും വീട്ടിലോട്ട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാൽ മതി. അതുവരെ നിങ്ങളുടെ കൂടെയും അതുപോലെ അവൻ ചതിച്ച അവൻ്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും, എല്ലാത്തിനും സഹായിയായിട്ട് ഞാനും ഉണ്ടാകും എന്നൊക്കെ മറിയം ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മറിയം അവിടേക്ക് വന്നിരുന്നു എന്നും അതുപോലെ തന്നെ അവർക്ക് കല്യാണിക്കും കിരണിനൊക്കെ മനസ്സിലാകുന്നുണ്ട് മനോഹറാണ് ആ കൺസ്ട്രക്ഷൻ വർക്ക് അവളെ അവിടെ നിന്നും പിന്തിരിപ്പിച്ച് കൊണ്ടുപോയതെന്നും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഒരു കാറ് വന്ന് പുറത്തു നിന്നത് അത് മനോഹറും തന്നെയായിരുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കിരണിനും കല്യാണിക്കും വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യുകയാണ്. ഇതേ സമയത്താണെങ്കിൽ രാഹുൽ കല്യാണിയെയും കിരണിനെയും കൊല്ലണം, കാർത്തിയെ കൊല്ലണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഗൂഢാലോചനയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും സ്റ്റെഫി എന്ന് പറയുന്ന ആ പെണ്ണ് കാണാനായിട്ട് വരുന്നത് ഗംഗയെ. അങ്ങനെ ഗംഗയോട് പറയുന്നുണ്ട്, നിന്റെ കൂട്ടുകാരൻ ചെയ്തതിലൊക്കെ പരാജയപ്പെട്ടു, അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കൂടെ കിടക്കുന്ന ആ രാഹുൽ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആളുടെ മകളിപ്പോൾ ഭ്രാന്താശുപത്രിയിലാണ്. അയാളുടെ മരുമകൻ്റെ തല തല്ലിപ്പൊളിച്ച് അവനിപ്പോൾ അവശനിലയുടെ ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഗംഗ ചോദിക്കുകയാണ്. അതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. എന്തായാലും ഈ കല്യാണിയും കിരണൊക്കെ തന്നെയാണ് മനോഹരനെ ആശുപത്രിയിലാക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ ഈ സരയുവിനെ ഇപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിലാക്കിയിട്ടുള്ളതും ഒക്കെ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗംഗ ചെന്ന് രാഹുലിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അതൊരു പക്ഷേ രാഹുലിനെ തെറ്റായ രീതിയിൽ എടുക്കാനാണ് സാധ്യത. കാരണം തൻ്റെ ഭ്രാന്തില്ലാത്ത മകൾക്ക് ഭ്രാന്താശുപത്രിയിലാക്കിയെന്നും അതുപോലെ മനോഹറിനെ രക്ഷപ്പെടുത്താൻ അവർ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ അവരെ വീണ്ടും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശാരി വന്ന് സത്യങ്ങളെല്ലാം രാഹുലിനോട് തുറന്നു പറയുകയും ഒരു ആപത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ആ കല്യാണിയും കിരണും തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ രാഹുലിൻ്റെ മനസ്സൊന്ന് ആടിയുലയുകയാണ്. ഇത്രയും നാളും അവരെ കൊല്ലണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന രാഹുലിൻ്റെ മനസ്സ് മാറി എല്ലാത്തിനും മനസ്സിൽ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് എന്തായാലും കല്യാണിയും കിരണും ഒക്കെ കണ്ടിട്ട് അതുപോലെ തൻ്റെ പെങ്ങളെയൊക്കെ കണ്ടിട്ട് നേരിട്ട് വന്ന് മാപ്പ് പറയുകയും ഇനി ഇതുപോലൊരു തെറ്റിലേക്ക് താൻ പോകില്ല, ചെയ്ത തെറ്റുകളൊക്കെ തന്നെ പുറത്തു തരണമെന്നൊക്കെ പറയുന്ന ഭാഗമൊക്കെയാണ്. നമ്മുടെ രാഹുൽ നന്നാവുകയും സരയും നന്നാവുകയും സരയുടെ സ്വഭാവത്തിലൊക്കെ വളരെയേറെ മാറ്റം കാണുന്ന ഭാഗങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.